ഗാന്ധി മരിക്കുന്നു. ഗാന്ധി മരിച്ചതിന് ശേഷം അംബേദ്കർ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം ആദ്യം ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അംബേദ്കർക്ക് അത്രയും നടക്കാൻ വയ്യ. അതുകൊണ്ട് അദ്ദേഹം കുറേ കഴിഞ്ഞിട്ട് പിന്മാറുന്നു. എന്നിട്ട് വൈകുന്നേരം ശവസംസ്കാര ചടങ്ങിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ആള്. ഈ രണ്ട് അനുഭവങ്ങൾ, വീട്ടിൽ പോയി ബിർള ഹൗസിൽ പോയി പ്രൊസഷനിൽ പങ്കെടുത്തു, സംസ്കാര സ്ഥലത്തും പോയി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹം ഒരു കത്ത് എഴുതുന്നുണ്ട്. 7 ദിവസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം, ഫെബ്രുവരി 8-ാം തീയതിയാണ്, ജനുവരി 30-നാണ് ഗാന്ധിജി മരിക്കുന്നത്. ആ കത്താണ് ഞാനിവിടെ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ആ കത്ത് തുടങ്ങുന്ന അദ്ദേഹം ഇങ്ങനെയാണ്: My own view is that great men are great service to their country, but they are also at certain times great hindrance to the progress of their country. മഹാന്മാർ പലപ്പോഴും സമൂഹത്തിന് പല രീതിയിൽ മഹത്വം കൊണ്ടുവരാറുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ അവർ സമൂഹത്തിന് വലിയ തോതിലുള്ള തടസ്സമാകാറുണ്ട് എന്നാണ് അംബേദ്കർ ആ കത്ത് തുടങ്ങുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധി മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത്, പണ്ട് ജൂലിയസ് സീസർ മരിച്ചപ്പോൾ ആ വിവരം ചെന്ന് സിസറോയോട് പറഞ്ഞപ്പോൾ സിസറോ പറഞ്ഞൊരു കാര്യമാണ്. സിസറോ പറഞ്ഞത് ഇങ്ങനെയാണ്: റോമക്കാരോട് പറയൂ, നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. അപ്പോൾ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു വ്യക്തി റോമൻ സമൂഹത്തെയും അതിൻ്റെ സാംസ്കാരിക പരിസരങ്ങളിലെയും ഒരു കരിമ്പടം പോലെ മൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു ഡിക്റ്റേറ്റർ നിലംപതിക്കുകയാണ്. അപ്പോൾ ആ ഒരു പതനം എന്ന് പറയുന്നത് റോമക്കാരുടെ സ്വാതന്ത്ര്യമാണ് എന്നാണ് സിസറോ പറയുന്നത്. സിസറോ അടുത്ത വർഷം മരിക്കുന്നുണ്ട്. ഒരു കോൺസ്പിറേറ്റർ എന്ന നിലയിൽ സിസറോയെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ സിസറോ പറഞ്ഞൊരു കാര്യം: റോമക്കാരോട് പോയി പറയൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. എനിക്ക് അത് തന്നെയാണ് ഗാന്ധി മരിച്ചപ്പോൾ പറയാനുള്ളതെന്നാണ് അംബേദ്കർ എഴുതുന്നത്.